Welcome to the new video of Engineering Geology. Joints and jointing. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോൾട്ടിനെ പറ്റിയും ഡിസ്കസ് ചെയ്തു, അതുപോലെ ഫോൾഡിങ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ ജോയിൻസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Joints and jointing. So joints are of great practical importance for all those dealings with rock as site, material of construction, etc. സോ നമ്മൾ എന്താണ് മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷനായിട്ട് റോക്കിനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിലുള്ള ജോയിൻസിൻ്റെ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടുതലാണ്. സോ നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, so joints are defined as divisional planes of fractures along which there has been no relative displacement. നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഫോൾട്ട് പോലെ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ ഇല്ല. ജോയിൻസിനെന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും അതിനുണ്ടാവില്ല. പക്ഷേ ഡിവിഷണൽ പ്ലെയിൻസ് അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സിനെയാണ് നമ്മൾ ജോയിൻസ് എന്ന് പറയുന്നത്. ദീസ് ഫ്രാക്ചേഴ്സ് ഡിവൈഡ് ദി റോക്ക് ഇൻ ടു പാർട്സ് ഓർ ബ്ലോക്സ് ആൻഡ് അൺലൈക്ക് ദി ഫോൾട്ട് പോലെ അല്ല. പക്ഷേ ഇത് ജോയിൻസ് എന്ന് പറയുന്നത് റോക്കിനെ ആ ഫ്രാക്ചർ വരുമ്പോൾ ആ ഫ്രാക്ചേഴ്സ് റോക്കിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫോൾട്ട് പോലെ അല്ല. ദ പാർട്സ് ഹാവ് നോട്ട് സഫേർഡ് എനി മൂവ്മെൻറ്റ് അലോങ് ദി ഫ്രാക്ചർ പ്ലെയിൻ. ഫ്രാക്ചർ പ്ലെയിനിലൂടെ മൂവ്മെൻറ്റ്സും ഇവിടെ ഉണ്ടാകുന്നില്ല. സോ സം ബേസിക് ടേംസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ജോയിൻറ്റ്സ് മേ ബി ഓപ്പൺ ഓർ ക്ലോസ്ഡ് ഇൻ നേച്ചർ. ഓപ്പൺ ജോയിൻസും ഉണ്ട്, അതേസമയം ക്ലോസ്ഡ് ജോയിൻസും ഉണ്ട്. ഓപ്പൺ ജോയിൻസ് എന്ന് വെച്ചാൽ ദീസ് ആർ ദോസ് ഇൻ വിച്ച് ദി ബ്ലോക്സ് ഹാവ് ബീൻ സെപ്പറേറ്റഡ് or opened up for small distance in a direction at right angle to the fracture surface. ഫ്രാക്ചർ സർഫസിന് റൈറ്റ് ആംഗിളായിട്ട് സ്മോൾ ഡിസ്റ്റൻസ് എന്നത് ഓപ്പൺ ചെയ്തിരിക്കും, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് അല്ലെങ്കിൽ ഓപ്പൺഡ് അപ്പ് ആയിരിക്കും. അതിന് നമ്മൾ ആ ജോയിൻസിനെ നമ്മൾ ഓപ്പൺ ജോയിൻസ് എന്ന് പറയും. ദീസ് മേ ബി ഗ്രാജുവലി എൻലാർജ് ബൈ വെതറിംഗ് പ്രോസസ് ആൻഡ് ഡെവലപ്പ് ഇൻ ടു ഫിഷേഴ്സ് ഇൻ ദി റോക്സ്. ഓക്കെ, അപ്പോൾ വെതറിംഗ് സംഭവിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? വെതറിംഗ് നടക്കുമ്പോൾ അത് ഈ ജോയിൻസ് എൻലാർജ് ചെയ്യും. അതുപോലെ റോക്സിൽ ഫിഷേഴ്സ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. സോ ഇനി ക്ലോസ്ഡ് ജോയിൻസ്. ഇൻ ക്ലോസ്ഡ് ജോയിൻസ് ദർ ഈസ് നോ സെപ്പറേഷൻ. ഇവിടെ സെപ്പറേഷൻ കാണില്ല. ഈവൻ ദെൻ ദീസ് ജോയിൻസ് മേ ബി കേപ്പബിൾ ഓഫ് അലോവിങ് ഫ്ലൂയിഡ്സ് ടു പാസ് ത്രൂ ദി റോക്ക്. ക്ലോസ്ഡ് ജോയിൻസ് ആകുമ്പോൾ അവിടെ സെപ്പറേഷൻ കാണില്ല, പക്ഷേ ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ അതായത് ഗ്യാസ് അല്ലെങ്കിൽ വാട്ടറിനാണ് നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയൊക്കെ പാസ് ചെയ്യാൻ വേണ്ടി ആ റോക്കിന് സാധിക്കും. Joints may be smooth or rough on the surface and the surface may be straight or curved in outline. സ്മൂത്ത് ജോയിൻസും ഉണ്ട്, അതേസമയം റഫ് ആയിട്ടുള്ള ജോയിൻസും നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് കർവ്ഡ് ഔട്ട്ലൈനും ഉണ്ട്, അല്ലാത്ത നല്ല സർഫസും നമുക്ക്, അതായത് സർഫസിൽ നമുക്ക് സ്ട്രെയിറ്റ് സർഫസും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കർവ്ഡ് സർഫസും നമുക്ക് ജോയിൻസിൽ കാണാനായിട്ട് പറ്റും. Joints that extends over small depth and confined only to a part of a layer or a mass of rock, അതിന് നമ്മൾ ഡിസ്കണ്ടിന്യൂസ് ജോയിൻസ് എന്നാണ് അങ്ങനത്തെ ജോയിൻസിനെ പറയുന്നത്. ഓക്കെ, ദി ജോയിൻസ് എക്സ്റ്റെൻഡ്സ് ഫോർ കൺസിഡറബിൾ ഡെപ്ത് ഇൻ ദി റോക്ക് മാസ് ആർ റെഫേർഡ് ടു ആസ് കണ്ടിന്യൂസ് ജോയിൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ജോയിൻസിന്, അതായത് ജോയിൻസ് എക്സ്റ്റെൻഡ് ഫ്രം കൺസിഡറബിൾ ഡെപ്ത് ഇൻ ദി റോക്ക് മാസ്, അതെന്താ പറയുന്നത്? കണ്ടിന്യൂസ് ജോയിൻസ് എന്ന് പറയും. The more prominent continuous joints are often called master joints. Okay, more prominent continuous joints നമ്മൾ master joints എന്ന് പറയുന്നുണ്ട്. സോ ഈ ഫിഗറിൽ നമ്മൾ നേച്ചർ ഓഫ് ജോയിൻസ് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഫിഗറിൽ ഫസ്റ്റ് JT1 നോക്കുമ്പോൾ അതാണ് ഓപ്പൺ ജോയിൻസ്. ഓക്കെ, JT1 നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതാണ് അങ്ങനത്തെ ജോയിൻസിന് നമ്മൾ ഓപ്പൺ ജോയിൻസ് എന്നാണ് പറയുന്നത്. JT2 ആണ് ക്ലോസ്ഡ് ജോയിൻസ്. അത് ഓപ്പൺ ആയിരിക്കില്ല, ക്ലോസ്ഡ് ആയിരിക്കും, പക്ഷെ അവിടെ ജോയിൻറ്റിങ് കാണാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ഇനി JT3 എന്ന് വെച്ചാൽ സ്മൂത്ത് ജോയിൻസ് ആണ് ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ റഫ് ജോയിൻസ് JT4 ആണ് റഫ് ജോയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ സിക്സ് ആഗ് അല്ലെങ്കിൽ ഒരു റഫായിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും, അതായത് ആ ഫ്രാക്ചർ എന്ന് പറയുന്നത് റഫ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളതിന് റഫ് ജോയിൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതല്ലാതെ
എന്താണ് ലെയേഴ്സിൽ ചെറിയ ചെറിയ ജോയിൻറ്റ്സ് കാണും. അതിനാണ് നമ്മൾ സ്മോൾ ജോയിൻ്റ് എന്ന് പറയുന്നത്. JT5 ആയിട്ടിവിടെ കൊടുത്തിരിക്കുന്നതാണ് സ്മോൾ ജോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മാസ്റ്റർ ജോയിൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? JT6 കാണിച്ചിരിക്കുന്നതാണ് മാസ്റ്റർ ജോയിൻറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ഓഫ് ജോയിൻറ്റ്സ്. ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാം, അത് ഡിപ്പ് ആൻഡ് സ്ട്രൈക്ക് ആണ്. ഡിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻക്ലിനേഷൻ ഓഫ് ജോയിൻറ്റ്സ് വിത്ത് ദി ഹൊറിസോണ്ടലുമായിട്ട് ജോയിൻ്റ് ഉണ്ടാക്കുന്ന എന്താണ് ഇൻക്ലിനേഷൻ ആണ് ഡിപ്പ് എന്ന് പറയുന്നത്. സോ സ്ട്രൈക്ക് എന്ന് വെച്ചാൽ സ്ട്രൈക്ക് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എ ജോയിൻറ്റ് പ്ലെയിൻ വിത്ത് ഹൊറിസോണ്ടൽ. ഓക്കെ, ഹൊറിസോണ്ടലായിട്ടുള്ള ഡയറക്ഷൻ ഓഫ് ഇൻ്റർസെക്ഷനാണ് നമ്മൾ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. സോ ഇനി ഗ്രൂപ്പിംഗ് ഓഫ് ജോയിൻറ്റ്സ്. ജോയിൻറ്റ്സ് ജനറലി ആണ്, ചെറിയൊരു മിസ്റ്റേക്കാണ് അവിടെ. ഓക്കെ, സോ ജോയിൻറ്റ്സ് ജനറലി ഒക്കെ ഇൻ ഗ്രൂപ്പ്സ് ഓഫ് 2 or more ജോയിൻറ്റ് പ്ലെയിൻ. 2 അതിൽ കൂടുതലോ എന്താണ് ജോയിൻറ്റ് പ്ലെയിൻ ആയിട്ടായിരിക്കും എന്താണ് ജോയിൻറ്റ്സ് സാധാരണയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ജോയിൻറ്റ് സെറ്റ്. ഒരു ജോയിൻറ്റ് സെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇസ് എ ഗ്രൂപ്പ് ഓഫ് 2 or more ജോയിൻറ്റ് സർഫസ് ട്രെൻഡിങ് ഇൻ ദി സെയിം ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഓഫ് 2 അതിൽ കൂടുതലോ ജോയിൻറ്റ് സർഫസ് സെയിം ഡയറക്ഷനിൽ ഉള്ള ജോയിൻറ്റ് സർഫസ് ആയിരിക്കും എന്താണ് ജോയിൻറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അതിന് സെയിം ഡിപ്പും ആയിരിക്കും. ഓക്കെ, ജോയിൻറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? 2 അതിൽ കൂടുതലോ ജോയിൻറ്റ് സെറ്റ് ചേർന്നതിനെയാണ് നമ്മൾ ജോയിൻറ്റ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ജോയിൻറ്റ് സിസ്റ്റത്തിൻ്റെ അതുപോലെ ജോയിൻറ്റ് സെറ്റിൻ്റെയും ഫിഗേഴ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തെ ഫിഗർ എന്ന് പറയുന്നത് സിംഗിൾ ജോയിൻറ്റ് പ്ലെയിൻ സ്ട്രൈക്കിംഗ് NS എന്ന് പറയുന്ന ലൈനാണ് അതാണ് ജോയിൻറ്റ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഡിപ്പ് എന്ന് പറയുന്നത് 80 ഡിഗ്രി ആയിരിക്കും ഇവിടെ വരുന്നത്. സെക്കൻഡ് ഫിഗർ നോക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് ഫിഗറിൽ AB and C അതാണ് ജോയിൻറ്റ് സെറ്റ് എന്ന് പറയുന്നത്. B and C. ഓക്കെ, അതിനെ നമ്മൾ ജോയിൻറ്റ് സെറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി A+C, അതായത് ഇത് A ഇത് C, എയും സിയും കൂടെ ചേരുമ്പോൾ എന്താണ് ജോയിൻറ്റ് സിസ്റ്റം 1 ആയിരിക്കും. ഓക്കെ, ഇനി B+D+E. ഓക്കെ, താഴെയുള്ളതാണ് E. B+D+E എന്ന് പറയുന്നത് ജോയിൻറ്റ് സിസ്റ്റം 2 ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഗ്രൂപ്പും അതുപോലെ സിസ്റ്റവും നമുക്ക് സെറ്റും സിസ്റ്റവും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കോസ് ഓഫ് ജോയിൻറ്റ്സ്. ജോയിൻറ്റ്സ് ആർ കോസ് ഡ്യൂ ടു ഡിഫറെൻറ്റ് റീസൺസ്. 3 പ്രിൻസിപ്പൽ പ്രോസസ്സ് ജോയിൻറ്റ്സ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ജോയിൻറ്റ്സ് ഉണ്ടാകാൻ വേണ്ടി കാരണമായിട്ടുള്ള 3 പ്രിൻസിപ്പൽ കോസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് കോസ് എന്ന് പറയുന്നത് കോൺട്രാക്ഷൻ ഡ്യൂറിങ് ഫോർമേഷൻ ആണ്. ഓക്കെ, സെഡിമെൻ്ററി റോക്സ് എസ്പെഷ്യലി ദോസ് ഓഫ് പ്ലാസ്റ്റിക് നേച്ചർ ആൻഡ് റിച്ച് ഇൻ മോയ്സ്ചർ ഇൻ ദി ഇനിഷ്യൽ സ്റ്റേജ് undergo some contraction on drying up which might have resulted into irregular joint. ഓക്കെ, അപ്പം പ്ലാസ്റ്റിക് നേച്ചറിലുള്ളതും റിച്ച് മോയ്സ്ചർ കണ്ടൻറ്റുമുള്ള സെഡിമെൻ്ററി റോക്സ് എന്ത് സംഭവിക്കും? കോൺട്രാക്ഷൻ, അതായത് അത് ഡ്രൈ ചെയ്യുന്ന സമയത്ത് അതിന് കോൺട്രാക്ഷൻ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പം ഇറഗുലർ ജോയിൻറ്റ്സ് ഉണ്ടാകും. ഓക്കെ, ദെൻ igneous rocks which form by cooling and crystallization of magma or lava also undergo considerable contraction during the cooling process. കൂളിംഗ് പ്രോസസ് ടൈമിൽ igneous റോക്സിനും ഇതുപോലെ കോൺട്രാക്ഷൻ ഉണ്ടാകാറുണ്ട്. ഓക്കെ, വിച്ച് ഗീവ് റൈസ് ടു ടെൻസൈൽ ഫോഴ്സ് സ്ട്രോങ് ഇനഫ് ടു ബ്രേക്ക് ദി കോൺജെയിലിംഗ് മാസസ് ഇൻ ടു ജോയിൻറ്റിംഗ് ബ്ലോക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് സംഭവിക്കും? ജോയിൻറ്റ് ബ്ലോക്സ് ആയിട്ടുള്ള മാസ് ഉണ്ടാക്കാനുള്ള ടെൻസൈൽ ഫോഴ്സ് അതിന് കൊടുക്കും. അപ്പോൾ ഇത് സ്ട്രോങ് ആയിരിക്കും. സോ നമുക്ക് ആ ഫോഴ്സ് കാരണം എന്ത് ചെയ്യും? ജോയിൻറ്റ്സ് അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ആണ്. ഓക്കെ, സോ ലൈക്ക് എല്ലാ സോളിഡ്സിനെയും പോലെ തന്നെ റോക്സും ടെമ്പറേച്ചർ കൂടുമ്പോൾ എക്സ്പാൻഡ് ആകുകയും അതുപോലെ കൂളായി കഴിഞ്ഞതിന് ശേഷം അത് കോൺട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ സച്ച് റിപ്പീറ്റഡ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് റീജിയൻസ് with dry hot climate where dry and night temperature on the one hand and summer and winter temperature on the other hand vary within a very wide range, that is 50 to 60 degrees Celsius. ഈ റിപ്പീറ്റഡ് എക്സ്പാൻഷനും അതുപോലെ കോൺട്രാക്ഷനും കാരണം എന്ത് സംഭവിക്കുക? ജോയിൻറ്റ്സ് ഉണ്ടാവാനായിട്ട്
ചാൻസ് ഉണ്ട്. അവിടെ ക്രാക്സ് സംഭവങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ 50 to 60 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഈ ടെമ്പറേച്ചർ ചേഞ്ച് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ പെട്ടെന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടെമ്പറേച്ചർ ചേഞ്ച് പെട്ടെന്ന് ഉണ്ടാകുമ്പോഴത്തേക്കും ഇവിടെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ സ്ഥലത്തുള്ള ക്ലൈമാറ്റിക് ചേഞ്ച് പെട്ടെന്ന് ഉണ്ടാകുന്നതനുസരിച്ചും ഇവിടെ ക്രാക്സ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ഔട്ടർ പാർട്ട് ഓഫ് ദി റോക്ക് എക്സ്പോസ്ഡ് ടു ഡയറക്റ്റ് സൺ ഹീറ്റ് മേ ഡെവലപ്പ് ക്രാക്സ് ആൻഡ് ഫിഷേഴ്സ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് സൺ ഹീറ്റ് കാരണം, പെട്ടെന്ന് സൂര്യനിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഹീറ്റ് വരുന്ന കാരണം ഈ എക്സ്പോസ്ഡ് പാർട്സിൽ ക്രാക്സും അതുപോലെ ഫിഷേഴ്സും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും പെട്ടെന്നുള്ള എക്സ്പാൻഷനും കോൺട്രാക്ഷനും റിപ്പീറ്റഡ്ലി നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ഓവർ ബേർഡൻ ഡ്യൂ ടു വെതറിങ്. ഓക്കെ, അപ്പോൾ വെതറിങ് കാരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് കാരണം ഓവർ ബേർഡൻ റിമൂവ് ചെയ്യുകയാണ്. അതായത് റോക്സിൽ നിന്ന് ഓവർ ബേർഡൻ റിമൂവ് ആകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അൺലോഡിങ് സംഭവിക്കും അല്ലേ? അപ്പം അവിടെ എക്സ്പാൻഷൻ ഉണ്ടായില്ല. അൺലോഡിങ് അതിൻ്റെ ഓവർ ബേർഡൻ റിമൂവ് ആകുമ്പോഴത്തേക്കും അവിടെ എക്സ്പാൻഷൻ ഉണ്ടാകും. അപ്പോൾ എന്ത് സംഭവിക്കും? എക്സ്പാൻഷൻ ഉണ്ടാകുമ്പോൾ അവിടെയും ക്രാക്സ് ഒക്കെ ഉണ്ടാകും. ദ പ്രീവിയസ്ലി ലോഡഡ് റോക്സ് ഗെറ്റ് റിലാക്സ് വിത്ത് ദി റിലീസ് ഓഫ് ദി ഫോഴ്സ്. ഈ ഫോഴ്സ് റിലീസ് ആകുമ്പോൾ എന്ത് ചെയ്യും? നേരത്തെ ലോഡായിട്ടിരുന്ന അതായത് കംപ്രസ്ഡ് ആയിട്ടിരുന്ന റോക്സ് ഒക്കെ എന്ത് ചെയ്യും? റിലാക്സ്ഡ് ആവും. ദീസ് സ്ട്രെസ്സസ് ആർ കംപ്രഷണൽ, ടെൻഷണൽ ഇൻ നേച്ചർ. കംപ്രഷണൽ അല്ലെങ്കിൽ ടെൻഷണൽ നേച്ചർ ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സസ് ഒക്കെ. ഓക്കെ, ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് crustal disturbance. Many joint types, especially those associated with folded and faulted rock, are certainly related to the process of crustal disturbance. Okay, അപ്പോൾ ഫോൾഡഡ് അല്ലെങ്കിൽ ഫോൾട്ടഡ് റോക്സിലൊക്കെ ക്രസ്റ്റൽ ഡിസ്റ്റർബൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും ഈ റോക്സ് ഒക്കെ ഉണ്ടാകുന്നത്. സോ ദീസ് പ്രോസസ് ആർ ഈസിലി കേപ്പബിൾ ഓഫ് എക്സേർട്ടിങ് sustained and strong forces on the rocks that virtually cut them into slices along certain direction, irrespective of the composition and strength of the rock component. റോക്ക് കോമ്പോണൻറ്റ് അല്ലെങ്കിൽ റോക്കിൻ്റെ കോമ്പോസിഷനോ അല്ലെങ്കിൽ സ്ട്രെങ്തോ ബേസ് ചെയ്തല്ലാതെ അത്രയും സ്ട്രെങ്ത്തും അല്ലെങ്കിൽ കോമ്പോസിഷനും ഉള്ളതാണെങ്കിലും ഈ സ്ട്രോങ് ഫോഴ്സസ് വരുമ്പോഴത്തേക്കും ഈ റോക്കിനെ കട്ട് ചെയ്യാനായിട്ട് അതിന് സാധിക്കാറുണ്ട്. ഓക്കെ, seismic shocks have also been suggested as a possible cause of the development of joints in many rocks. seismic ഷോക്സും ജോയിൻസ് ഉണ്ടാവാനായിട്ട് കാരണമായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഇനി ജോയിൻസിന് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ റെഗുലാരിറ്റി ഇൻ ദെയർ ഒക്കറൻസ്. അതിൻ്റെ ബേസിസിൽ നമുക്ക് സിസ്റ്റമാറ്റിക് ജോയിൻസ് അല്ലെങ്കിൽ റെഗുലർ ജോയിൻസ് എന്ന് പറയും. ദീസ് ഷോ എ ഡിസ്റ്റിങ്ക്റ്റ് റെഗുലാരിറ്റി ഇൻ ദെയർ ഒക്കറൻസ്. ഓക്കെ, then such joints occur as parallel or subparallel joint set and they repeated in the rock in regular intervals. Okay, സിസ്റ്റമാറ്റിക് ജോയിൻസ് എന്ന് പറയുന്നത് റെഗുലർ ഇൻ്റർവെൽസിൽ ഉണ്ടാകുന്ന പാരലൽ ജോയിൻസ് അല്ലെങ്കിൽ സബ് പാരലൽ ജോയിൻറ്റ് സെറ്റ്സ് ആണ്. അതിന് നമ്മൾ സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ റെഗുലർ ജോയിൻസ് എന്ന് പറയും. നോൺ സിസ്റ്റമാറ്റിക് ഓർ ഇറഗുലർ ജോയിൻസ്. ദീസ് ജോയിൻസ് ഡു നോട്ട് പോസസ് എനി റെഗുലാരിറ്റി ഇൻ ദെയർ ഒക്കറൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷനിലോ ഒക്കറൻസിലോ റെഗുലാരിറ്റീസ് ഒന്നും കാണിക്കാത്തതിനെയാണ് നമ്മൾ ഇറഗുലർ ജോയിൻസ് എന്ന് പറയുന്നത്. ഓൾസോ ദേ അപ്പിയർ അറ്റ് റാൻഡം ഇൻ ദ റോക്ക് ആൻഡ് മേ ഹാവ് ഇൻകംപ്ലീറ്റ്ലി ഡിഫൈൻഡ് സർഫേസ്. ഓക്കെ, റാൻഡം ആയിട്ടായിരിക്കും റോക്സിൽ അപ്പിയർ ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്കതിനെ നോൺ സിസ്റ്റമാറ്റിക് ജോയിൻസ് എന്ന് പറയാം. ഇനി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ജോമെട്രി. ജോമെട്രിയുടെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ in stratified rocks, joints are classified on the basis of a relationship of their attitude with that of rock which they occur as. ഓക്കെ, ആറ്റിറ്റ്യൂഡും റോക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്താണ് ജോമെട്രി പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ സ്ട്രൈക്ക് ജോയിൻസ് ഇൻ വിച്ച് ദി ജോയിൻറ്റ് സെറ്റ് ആർ പാരലൽ ടു ദി സ്ട്രൈക്ക് ഓഫ് ദി റോക്ക്. സ്ട്രൈക്കിന് പാരലൽ ആയിട്ടുള്ള ജോയിൻസിന് നമ്മൾ സ്ട്രൈക്ക് ജോയിൻസ് എന്ന് പറയും. ഡിപ്പ് ജോയിൻസ് ഇൻ വിച്ച് ദി ജോയിൻറ്റ് സെറ്റ് ആർ പാരലൽ ടു ഡിപ്പ് ഡയറക്ഷൻ. ഡിപ്പ് ഡയറക്ഷന് പാരലൽ ആയിട്ടുള്ളത് നമ്മൾ ഡിപ്പ് ജോയിൻസ് എന്ന് പറയും. Oblique joints, these are
those joints where the strike of the joint is at any angle between the dip and the strike of the layer. Okay, oblique joint എന്ന് പറഞ്ഞാൽ എന്താണ് joints where the strike of the joints is at any angle between dip and strike of the layer. ഡിപ്പിനും സ്ട്രൈക്കിൻ്റെയും എവിടെയെങ്കിലും ആയിരിക്കും എന്താണ് ഇൻ ബിറ്റ്വീൻ ഡിപ്പ് ആൻഡ് സ്ട്രൈക്ക് ആയിരിക്കും അവിടെ സ്ട്രൈക്ക് ഓഫ് ദി ജോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഒബ്ലിക് ജോയിൻറ്റ്സ് എന്ന് പറയും. ഓൾസോ നമ്മളതിന് ഡയഗണൽ ജോയിൻറ്റ്സ് എന്ന് പറയാറുണ്ട്. ഇനി എന്താണ് ബെഡിങ് ജോയിൻറ്റ്സ്. ഓക്കെ, ബെഡിങ് ജോയിൻറ്റ്സ് ആർ ദോസ് ഇൻ വിച്ച് ദി ജോയിൻറ്റ്സ് ആർ പാരലൽ ടു ബെഡിങ് പ്ലെയിൻ. ബെഡിങ് പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള ജോയിൻറ്റിന് നമ്മൾ ബെഡിങ് ജോയിൻറ്റ്സ് എന്ന് പറയും. സ്ട്രാറ്റിഫൈഡ് റോക്സിലായിരിക്കും ബെഡിങ് ജോയിൻറ്റ്സ് ഉണ്ടാകുന്നത്. റേഡിയൽ ജോയിൻറ്റ്സ് ആർ ദോസ് ഇൻ വിച്ച് ജോയിൻറ്റ്സ് റണ്ണിങ് പാരലൽ ടു ഹിഞ്ച് ലൈൻ ഇൻ ഫോൾഡഡ് റീജിയൻ. ഫോൾഡഡ് റീജിയനിൽ ഹിഞ്ച് ലൈൻസിന് പാരലായിട്ടുള്ളതിനെ നമ്മൾ റേഡിയൽ ജോയിൻറ്റ്സ് എന്ന് പറയും. C joints are those in which joints running parallel to the layer of folded region. ഫോൾഡഡ് റീജിയൻ്റെ ലെയറിന് പാരലായിട്ട് പോകുന്നതിന് നമ്മൾ C joints എന്ന് പറയും. Cross or Q joints, which are joints traversing the linear structure at right angle. ഓക്കെ, ക്രോസ് അല്ലെങ്കിൽ Q joints എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് ട്രാവേഴ്സിങ് ദി ലീനിയർ സ്ട്രക്ചർ അറ്റ് റൈറ്റ് ആംഗിളായിട്ട് പോകുന്നതിന് എന്താണ് Q joints അല്ലെങ്കിൽ ക്രോസ് ജോയിൻറ്റ്സ് എന്ന് നമ്മൾ പറയും. Longitudinal or S joints. These are joints which are traversing parallel to the line structure. ലൈൻ സ്ട്രക്ചറിന് പാരലായിട്ട് ട്രാവേഴ്സ് ചെയ്യുന്നതിന് നമ്മൾ S joint അല്ലെങ്കിൽ longitudinal joints എന്നാണ് പറയുന്നത്. ഓക്കെ, ജോമെട്രിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ S എന്ന് കൊടുത്തിട്ടുള്ളത് ഇതാണ് സ്ട്രൈക്ക് ജോയിൻറ്റ്. അതുപോലെ D എന്ന് കൊടുത്തിട്ടുള്ളതാണ് ഡിപ്പ് ജോയിൻറ്റ്. അതുപോലെ O എന്ന് കൊടുത്തിട്ടുള്ളതാണ് ഒബ്ലിക് ജോയിൻറ്റ്. B എന്ന് കൊടുത്തിട്ടുള്ള ഇതാണ് ബെഡിങ് ജോയിൻറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് ഫിഗറിൽ നമുക്ക് റേഡിയൽ ജോയിൻറ്റ്സ് ആർ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് റേഡിയൽ ജോയിൻറ്റ്സും അതുപോലെ C എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് പാരലൽ ജോയിൻറ്റും. അതായത് ഇത് റേഡിയൽ ജോയിൻറ്റ്, അതുപോലെ ഇത് പാരലൽ ജോയിൻറ്റ്. സെക്കൻഡ് ഫിഗറിൽ ഇതാണ് Q ജോയിൻറ്റ്സ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. S ജോയിൻറ്റ് ഇതിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ജെനറ്റിക്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒറിജിൻ ആണ്. ഓക്കെ, അപ്പോൾ ജോയിൻറ്റ്സ് ഉണ്ടാകാൻ റെസ്പോൺസിബിളായ ഫോഴ്സസ് എന്ന് പറയുന്നത് ടെൻസൈൽ, കംപ്രസീവ്, അതുപോലെ ഷിയർ ഫോഴ്സസ് ആണ്. സോ നമുക്ക് ആദ്യം അതിൽ ടെൻസൈൽ ജോയിൻറ്റ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ടെൻസൈൽ ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന ജോയിൻറ്റ്സിനെയാണ് നമ്മൾ സാധാരണ ടെൻസൈൽ ജോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ക്രസ്റ്റിൻ്റെയും അതുപോലെ ട്രഫിൻ്റെയും ഔട്ടർ മാർജിൻസിലാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ദ മോസ്റ്റ് കോമൺ ലൊക്കേഷൻ ഓഫ് സച്ച് ജോയിൻറ്റ്സ് ഈസ് in folded sequence is on the outer margins of crust and trough. Okay, അതുപോലെ എന്താണ് joints produced in many rock during the weathering of overlying strata and subsequent release of stresses by expansion are also thought to be due to the tensile force. Okay, അപ്പോൾ എന്താ ഓവർലൈയിങ് സ്ട്രാറ്റയുടെ വെതറിങ് കാരണവും പിന്നെന്താണ് അതിൻ്റെ സ്ട്രെസ് റിലീസ് കാരണവും ഇവിടെ ജോയിൻറ്റ്സ് ഉണ്ടാകും. ഓക്കെ, ആ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ് ടെൻസൈൽ സ്ട്രെസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ എന്താണ് ഷിയർ ജോയിൻറ്റ്സ് ആയിരിക്കും അല്ലേ. സോ ദീസ് ആർ കോമൺലി ഒബ്സർവ്ഡ് ഇൻ ദ ഫോൾഡ് പ്ലെയിൻ ആൻഡ് ഷിയർ സോൺ. ഷിയർ സോണിലും ഫോൾഡ് പ്ലെയിൻസിലും ആയിരിക്കും നമ്മൾ ഷിയർ ജോയിൻറ്റ്സ് കോമൺ ആയിട്ട് കാണുന്നത്. ഇൻ ദ ഫോൾഡഡ് റോക്സ് ദീസ് ജോയിൻറ്റ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ആക്സിയൽ റീജിയൻ. ഫോൾഡഡ് റോക്കിലാണെങ്കിൽ ഷിയർ ജോയിൻറ്റ്സ് ആക്സിയൽ റീജിയനിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ കംപ്രഷൻ ജോയിൻറ്റ്സ്. ദീസ് ജോയിൻറ്റ്സ് ഒക്കർ ഇൻ ദ കോർ റീജിയൻ ഓഫ് ദി ഫോൾഡഡ് where compressive folds are dominant. ഓക്കെ, അപ്പോൾ കോർ റീജിയനിലായിരിക്കും ഫോൾഡ്സിൻ്റെ കോർ റീജിയൻസിലായിരിക്കും കംപ്രസീവ് ജോയിൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും ഡോമിനൻ്റ് ആയിട്ട് ഉള്ളത്. സോ ഇതിൽ TJ എന്ന് പറയുന്നത് അതായത് മുകളിലുള്ള ഈ ജോയിൻറ്റ്സ് ആണ് ടെൻഷൻ ജോയിൻറ്റും
താഴെ ഉള്ള ഈ ജോയിൻസ് ആണ് എന്താണ് CJ എന്ന് പറയുന്ന ജോയിൻസ് ആണ് കംപ്രഷൻ ജോയിൻസ്. ഇതാണ് ഷിയർ ജോയിൻസിൻ്റെ ഫിഗറാണ് രണ്ടാമത്തെ താഴെയുള്ള ഫിഗർ. ദെൻ ഒക്കറൻസ് ഓഫ് ജോയിൻസ്. ജോയിൻസിൻ്റെ ഒക്കറൻസ് എങ്ങനെയാണ് ജോയിൻസ് ഒക്കർ ചെയ്യുന്നത്? ഓക്കെ, ജോയിൻസ് ആർ ദി മോസ്റ്റ് കോമൺ സ്ട്രക്ചറൽ ഫീച്ചർ ഒക്കറിങ് എവറിവെയർ ഇൻ ദി വേൾഡ്. അപ്പോൾ എല്ലാ റോക്സിലും കോമൺ ആയിട്ട് ഒക്കർ ചെയ്യുന്ന ഒരു സ്ട്രക്ചറൽ ഫീച്ചറാണ് ജോയിൻസ് എന്ന് പറയുന്നത്. സോ ഇഗ്നിയസ് റോക്സും സെഡിമെൻ്ററി റോക്കും അതുപോലെ മെറ്റാമോർഫിക് റോക്സും വേരിയസ് ടൈപ്സ് ഓഫ് ജോയിൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് ഇഗ്നിയസ് റോക്സ് എങ്ങനെയാണെന്ന് നോക്കാം. In most cases, they show joint system related to tensile stress developing during process of cooling and crystallization. കൂളിങ്ങിൻ്റെയും ക്രിസ്റ്റലൈസേഷൻ്റെ സമയത്ത് ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്ത് ആണ് ഇഗ്നിയസ് റോക്സിൽ മെയിനായിട്ട് ജോയിൻസ് ഉണ്ടാകുന്നത്. അതിൽ ഷീറ്റ് ജോയിൻറ്റിങ്, ഹൊറിസോണ്ടൽ സെറ്റ് ഓഫ് ജോയിൻസ് ഡിവൈഡിങ് റോക്ക് മാസ് ഇൻറ്റു ലെയേർഡ് സ്ട്രക്ചർ. റോക്ക് മാസിനെ ലെയേർഡ് സ്ട്രക്ചറായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ സെറ്റ് ഓഫ് ജോയിൻറ്റിന് നമ്മൾ ഷീറ്റ് ജോയിൻറ്റിങ് എന്ന് പറയും. അതേസമയം മ്യൂറൽ ജോയിൻസ് എന്ന് വെച്ചാൽ എന്താണ്? 3 set of joints which are mutually perpendicular occurring in rock masses. ഓക്കെ, 3 set of joints മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് റോക്ക് മാസിൽ ഒക്കർ ചെയ്യുന്ന 3 set of joints, അതിനാണ് നമ്മൾ മ്യൂറൽ ജോയിൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഡിവൈഡിങ് ദ റോക്ക് മാസ് ഇൻറ്റു ക്യൂബിക്കൽ ബ്ലോക്സ്. ഇതെന്താണ്? ക്യൂബിക്കൽ ബ്ലോക്സ് അല്ലെങ്കിൽ മ്യൂറൽസ് ആയിട്ട് റോക്ക് മാസിനെ ഡിവൈഡ് ചെയ്യും. സോ നമ്മളതിനെ മ്യൂറൽ ജോയിൻസ് എന്ന് പറയും. നെക്സ്റ്റ് വൺ, കോളംനാർ ജോയിൻസ്. ജോയിൻസ് ഡിവൈഡിങ് റോക്ക് മാസ് ഇൻറ്റു പോളിഗണൽ ബ്ലോക്ക് ഇൻ വിച്ച് ദ മെയിൻ ജോയിൻറ്റ് ഈസ് വെർട്ടിക്കൽ. മെയിൻ ജോയിൻറ്റ്സ് വെർട്ടിക്കലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ റോക്ക് മാസിനെ ഇത് പോളിഗണൽ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനെ നമ്മൾ കോളംനാർ ജോയിൻസ് എന്ന് പറയും. സോ നെക്സ്റ്റ് സെക്കൻഡ് വൺ, സെഡിമെൻ്ററി റോക്ക്. സെഡിമെൻ്ററി റോക്സിൽ എങ്ങനെയാണ് ജോയിൻസ് ഉണ്ടാകുന്നത് നോക്കാം. മോസ്റ്റ് സെഡിമെൻ്ററി റോക്സ് ആർ ജനറലി ജോയിൻറ്റഡ് ഇൻ ലാർജ് എമൗണ്ട്. സെഡിമെൻ്ററി റോക്കിലാണ് ജോയിൻസ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ സിസ്റ്റമാറ്റിക് ജോയിൻസും കാണാം, അതുപോലെ നോൺ സിസ്റ്റമാറ്റിക് ജോയിൻസും നമുക്ക് കാണാനായിട്ട് പറ്റും. ദീസ് ജോയിൻസ് മേ ബി ക്ലോസ്ലി ആൻഡ് റെഗുലർലി സ്പേസ്ഡ് സെറ്റ് പാരലൽ ഓർ സബ് പാരലൽ ടു ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഷീറ്റ് ജോയിൻറ്റും അതുപോലെ മ്യൂറൽ ജോയിൻറ്റും കോളംനാർ ജോയിൻറ്റുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഫിഗേഴ്സിൽ. സോ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റാമോർഫിക് റോക്ക്. മെറ്റാമോർഫിക് റോക്കിൽ എങ്ങനെയായിരിക്കും? ദീസ് ആർ ഹെവിലി ജോയിൻറ്റഡ് റോക്ക്. മെറ്റാമോർഫിക് റോക്കിൽ ഹെവി ജോയിൻസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ജോയിൻസ് ആർ ഇറഗുലർ ആൻഡ് നോൺ സിസ്റ്റമാറ്റിക് ഇൻ ടൈപ്പ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് എൻജിനീയറിംഗ് കൺസിഡറേഷൻ ഓഫ് ജോയിൻസ് എങ്ങനെയാണെന്ന് നോക്കാം. The selection of site for dams and reservoir and alignment of highway and tunnels through rock will require very thorough investigation of joints for arriving at safe and economic design. നമ്മൾ നേരത്തെ ഫോൾട്ടിലും അതുപോലെ ഫോൾഡിങ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ജോയിൻസ് ഉള്ള സ്ഥലത്ത് എക്കണോമിക് ആയിരിക്കില്ല, അതുപോലെ തന്നെ സേഫ്റ്റി ഇഷ്യൂസും ഒരുപാട് ഉണ്ടായിരിക്കും ജോയിൻസ് ഉള്ള സ്ഥലത്ത് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നടക്കുകയാണെങ്കിൽ. ഓക്കെ, അടുത്തെന്താ പറയുന്നത്? ജോയിൻസ് ആർ ഓൾവേസ് ടു ബി കൺസിഡർഡ് ആസ് എ സോഴ്സ് ഓഫ് വീക്ക്നെസ്. ഓക്കെ, എന്താണ്? റോക്സിൽ ഒരു വീക്ക് സോൺസ് ആണ് നമ്മൾ ഈ പറയുന്ന ജോയിൻസും അതുപോലെ ഫോൾഡും ഒക്കെ. അവിടെ കൂടെ എന്താണ് നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ലീക്കേജ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ ലീക്കേജ് ഒക്കെ ഉണ്ടായാൽ നമ്മൾ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി തന്നെ ഡാമേജ് ആയിപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സ്ട്രക്ചർ തന്നെ അൺസേഫായിട്ട് ആയിരിക്കും ഇരിക്കുന്നത്. If a rock forming the foundation of a dam or reservoir happens to be heavily jointed, there will be a risk of leakage of water from under the dam or from the reservoir. നേരത്തെ സെയിം തന്നെയാണ്, ലീക്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഡാമിൽ ജോയിൻ്റ് ഉള്ള റോക്കാണ് നമ്മൾ ഡാമിൻ്റെ ഫൗണ്ടേഷനായിട്ട് എടുക്കുന്നതെങ്കിൽ ലീക്കൊക്കെ ഉണ്ടാകാനായിട്ട് അവിടെ ചാൻസ് ഉണ്ട്. ഓൾസോ ദിസ് ലെഡ് ടു ഹെവി കോസ്റ്റ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദി റോക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ റോക്കിന് നമ്മൾ പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതായത് റോക്കിനെ അവിടെ ജോയിൻസ് ഒക്കെ മാറ്റാനുള്ള എന്തെങ്കിലും സൊല്യൂഷൻസ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതെന്ന് പറയുന്നത് എക്കണോമിക്കലായിരിക്കില്ല, ഹെവി കോസ്റ്റ് ആയിരിക്കും വരുന്നത്.
ഓക്കെ. സോ അതുപോലെ തന്നെയാണ് ഇഫ് ദ റൂഫ് ഓർ സൈഡ് റോക്ക് ഇൻ ദ കേസ് ഓഫ് ദി ടണൽ ആർ മച്ച് ഫ്രാക്ചേർഡ്, സ്ലിപ്പേജ് ഓഫ് റോക്സ് അലോങ് ദീസ് ഫ്രാക്ചേഴ്സ് ആൻഡ് ലീക്കേജ് ഓഫ് വാട്ടർ മേ കോസ് മെനി ട്രബിൾസ്. നമ്മളിപ്പോൾ ടണൽ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെയും ജോയിൻറ്റ്സ് കാരണം എന്താണ് ഒരുപാട് സ്ലിപ്പേജും ഫ്രാക്ചേഴ്സൊക്കെ നമുക്ക് ഇതിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വാട്ടറിൻ്റെ ലീക്കേജൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ലൈനിങ് ഓഫ് ടണൽസ് മേ റിമെയിൻ ഓൺലി സൊല്യൂഷൻ ഇൻ സച്ച് കേസ് ആൻഡ് ദിസ് വിൽ ഇൻവോൾവ് ഹ്യൂജ് എക്സ്ട്രാ കോസ്റ്റ്. അങ്ങനെ വരുന്ന, അതായത് ടണൽസിൻ്റെ സൈഡ്സിലുള്ള ഇതിൽ ആയിട്ടാണ് എന്താണ് ജോയിൻറ്റ്സ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ടണലിന് ലൈനിങ് കൊടുക്കുക എന്നുള്ള സൊല്യൂഷൻ മാത്രമേ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ടണൽ ഫുൾ ലൈൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കൊടുക്കുന്നതിനേക്കാളും എക്സ്ട്രാ ലൈനിങ് ആയിരിക്കും നമ്മളവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ് ഹ്യൂജ് കോസ്റ്റ് ആയിരിക്കും, എക്കണോമിക്കലി ഫീസിബിൾ അല്ല. ദെൻ ജോയിൻറ്റ്സ് ആർ എ മേജർ കോസ് ഓഫ് ഇൻസ്റ്റെബിലിറ്റി ഓഫ് റോക്ക് മാസ് ഇൻ ഹില്ലി റീജിയൻ. ഹില്ലി റീജിയൻസിലെ റോക്ക് മാസിന് ഇൻസ്റ്റെബിലിറ്റിക്ക് കാരണവും ഇതുപോലെ എന്താണ് ജോയിൻറ്റ്സ് ആണ്. Then jointed rocks get easily lubricated in the presence of moisture and start sliding or falling from the original place of occurrence. ഓക്കെ, അപ്പോൾ ജോയിൻറ്റഡ് റോക്സ് ആണെങ്കിൽ അവിടെ മോയ്സ്ചർ കണ്ടൻറ്റ് ഉള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് അത് എന്താണ് സ്ലൈഡ് ചെയ്യും അല്ലെങ്കിൽ ഫോൾ ചെയ്യും. അതിന് ലൂബ്രിക്കേറ്റഡ് പ്രോപ്പർട്ടി കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഫോൾ ചെയ്യാനോ അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. മെനി ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് സ്ലോപ്പ് ഫെയിലിയർ ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി ജോയിൻറ്റഡ് നേച്ചർ ഓഫ് ദി റോക്ക്. ഓക്കെ, സോ ട്രീറ്റ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഗ്രൗട്ടിങ് റെഡ്യൂസ് ദി പെർമിയബിലിറ്റി ഓഫ് റോക്സ് ബൈ ഫില്ലിങ് ദി ഫ്രാക്ചേർഡ് പോർഷൻ. നമ്മൾ ഗ്രൗട്ടിങ് കൊടുക്കുകയാണെങ്കിൽ ഫ്രാക്ചേർഡ് പോർഷൻസിനെയൊക്കെ ഇത് ഫില്ല് ചെയ്യും. അപ്പോൾ നമുക്ക് പെർമിയബിലിറ്റി എന്താണ് തടയാനായിട്ട്, റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ.